നമസ്കാരം. മലയാള ചലച്ചിത്ര മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും ആരോപണങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് നന്നായി അറിയാം. നന്നായി അറിയാമെന്ന് വെച്ചാൽ വളരെ നന്നായി അറിയാം. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നിരവധി നമ്മളുടെ ഈ പറയുന്നില്ല മഹാന്മാരെ അടുത്തെറിഞ്ഞാൽ വിഗ്രഹങ്ങൾ വീണുടഞ്ഞു പോകുമെന്ന് പറയുന്ന ഒരു ഇതുണ്ട്, വേർഡിങ്സ് ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ പല നടന്മാരും നമ്മുടെ മുൻനിരയിൽ നിൽക്കുന്നതും പിൻനിരയിൽ നിൽക്കുന്നതും ഇടയ്ക്ക് നിൽക്കുന്നതും ഇങ്ങനെ താഴെ അറ്റ വരെ നിൽക്കുന്നതുമായ നടന്മാരെല്ലാം ഇന്ന് ആരോപണ വിധേയരാണ്. ചെറിയ നടിമാരെ മുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ മുതൽ അങ്ങ് മേൽത്തട്ടിലുള്ള നായികമാരെ വരെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ പടിയടച്ച് പിണ്ണം വയ്ക്കുന്ന ഒരു സമീപനവുമായി നമ്മുടെ താരങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഈ ആരോപണങ്ങൾ ഓരോന്നായി പുറത്തു വരുന്ന സമയത്തും ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വളരെ റെലവൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയ ചോദ്യമാണ്. ഇത്രയേറെ തോന്നിയാസം കാണിച്ചുകൊണ്ട്, ഇത്രയേറെ കൊള്ളരുതായ്മകൾ കാണിച്ചുകൊണ്ട്, മറ്റ് തൻ്റെ സഹപ്രവർത്തകയാണ് എന്നുപോലും പരിഗണിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുകയും അവരെ ഇംഗിതത്തിന് വഴങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ അവരെ നടുവിന് ചവിട്ടി പുറത്താക്കുകയും ചെയ്യുന്ന ഇത്തരം നടന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിനാണ് അവാർഡുകൾ ഏർപ്പെടുത്തുന്നത്? ഒരുപക്ഷെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണെന്നു ഇക്കാലത്ത്. കഴിഞ്ഞ കാലം വരെ അവാർഡുകൾ ആവശ്യമാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അവാർഡുകൾ വേണം, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ് ആയിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ നമ്മുടെ നടന്മാരുടെ യഥാർത്ഥ മുഖത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അവരുടെ യഥാർത്ഥ പിക്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള അവാർഡിന് ഇവർ അർഹരാണോ? സത്യത്തിൽ നമുക്ക് എത്രയോ മികച്ച നടന്മാരുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ തിലകനെ പോലുള്ള നടന്മാർ നമുക്ക് എത്രയോ വലുതായിരുന്നു. അവരൊക്കെ നമുക്ക് മലയാളത്തിന് നൽകിയ സംഭാവനകൾ. എന്തെങ്കിലും ഒരിക്കൽ ആ തിലകനെ ആദരിക്കുന്നതിന് നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ സർക്കാരുകൾക്ക് എവിടെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? എത്രയോ മഹത്തായമായ സിനിമകൾ നൽകിയ ഒരാളാണ് അല്ലേ? രാജൻ പി ദേവ് അടക്കമുള്ള നടന്മാരുണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി. അവരെയൊക്കെ വേണ്ട രീതിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് നമുക്കറിയാം നിരവധി ചാനലുകളുണ്ട്. ഈ ചാനലുകളിലെല്ലാം ഇന്ന് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന നടന്മാരെ നമുക്ക് കാണാം, നടന്മാരെയും നടികളെയും കാണാം. പരസ്പരം വാരിപ്പൊത്തുമ്പോൾ, ആരോപണങ്ങളല്ല കേട്ടോ, പുകഴ്ത്തലുകൾ വാരിപ്പൊത്തുമ്പോൾ നമ്മൾക്കറിയാതെ പോലും ചിരി വന്നു പോകും. കാര്യം അങ്ങനെ പുകഴ്ത്തിയാലേ തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ സൂപ്പർ താരങ്ങളെ പുകഴ്ത്തിയെങ്കിൽ മാത്രമേ അടുത്ത ചിത്രങ്ങളിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഇനിയൊരു ഉന്നമനം തനിക്ക് ഉണ്ടാവൂ എന്ന് ചിന്തിക്കുന്നവരാണ് ഈ പറയുന്ന 80% വരുന്ന നമ്മുടെ മലയാളത്തിലെ നടീനടന്മാർ. അവരിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് ഇതിൽ നിന്നെല്ലാം വേറിട്ടുകൊണ്ട് തങ്ങൾ ചൂഷണത്തിന് വിധേയരാവേണ്ടവരല്ല എന്ന് ചിന്തിക്കുന്നവർ. നമുക്കറിയാം, WCC എന്ന് പറയുന്ന സംഘടന ഉണ്ടായപ്പോൾ ആ സംഘടനയിൽ പങ്കെടുത്ത ഒട്ടുമിക്ക താരങ്ങളും ഇന്ന് വെറുതെ വീട്ടിലിരിപ്പാണ്. ആ നടിമാരിൽ പലരും ഇന്നൊരു പണിയുമില്ലായിരിക്കുക. ഈ കാലഘട്ടങ്ങളിൽ അത്രയും അവർക്കാർക്കും ഒരു സിനിമ പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ പാർവതി മാത്രമാണ് അതിൽ കുറച്ച് വ്യത്യസ്തത പുലർത്തി 1-2 സിനിമകളിൽ അഭിനയിക്കുന്നത്. അത് മാത്രമല്ല, അന്ന് മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു. പക്ഷേ മഞ്ജു വാര്യർക്ക് തുടർന്ന് നിരവധി സിനിമകൾ കിട്ടി. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സ്റ്റാർഡത്തിലേക്ക് അവരെത്തിച്ചേർന്നു. അപ്പോൾ നിരവധി താരങ്ങൾ ഇതിൽ നിന്ന് പിന്നിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണത്തിന് വിധേയരാകുമ്പോൾ അവർക്കൊക്കെ വീണ്ടും വീണ്ടും സർക്കാർ അവാർഡുകൾ കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ എന്ന് കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് അറിയപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ഒരു നടിയുണ്ട്. ഒരുപക്ഷെ മലയാളികൾ അറിയാതെ പോകുന്ന നടിയല്ല, മലയാളികൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു നടിയാണ്. ഒരുപക്ഷെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളും ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള വിളിപ്പേരുകളും വളരെ കാലത്തിന് മുമ്പ്, ഏകദേശം ഒരു 10-15-20 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ തീർച്ചയായും ആ പദവിക്ക് അർഹയായ ഒരൊറ്റ നടിയാണ് മലയാളത്തിലുള്ളത്. അവർ ഇന്നും നമ്മുടെ താരമായി തന്നെ നിൽപ്പുണ്ട്. ഇന്നും നടിയാണ്. പുള്ളൊഴുക്ക് എന്ന് പറയുന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നേടിയ ഒരു നടിയാണ് ഉർവശി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി കൊടുക്കാൻ എന്തുകൊണ്ടും യോഗ്യയായ ഒരു നടി ഉർവശി മാത്രമാണ് എന്നാണ്. ആ ഒരു പദവിക്ക് അക്ഷരാർത്ഥത്തിൽ അർഹയായിട്ടുള്ളത് ഉർവശി തന്നെയാണ്. എത്രയെത്ര വേഷങ്ങൾ നമുക്കറിയാം. ഒരേ സമയം തന്നെ ഭാര്യ എന്ന് പറയുന്ന സിനിമയിലും തലയണ മന്ത്രം എന്ന് പറയുന്ന സിനിമയിലും അഭിനയിക്കുമ്പോൾ ആ അഭിനയത്തിൻ്റെ വ്യത്യസ്തതകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ തലമുറയിലുള്ളവർക്കറിയാം ആ അഭിനയത്തിൻ്റെ വ്യത്യസ്തത. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു യോധ എന്ന് പറയുന്ന സിനിമയിൽ ജഗതി എന്ന് പറയുന്ന അസാമാന്യ പ്രതിഭയോടൊപ്പം, ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന അസാമാന്യ പ്രതിഭയോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു വനിത അല്ലെങ്കിൽ ഒരു നടിയാണ് ഈ ഉർവശി എന്ന് നമുക്ക് കാണാൻ കഴിയും
അല്ലെ? അങ്ങനെ പ്രതിഭകളായ നിരവധി ആൾക്കാരുണ്ടായിരുന്ന മലയാള ചലച്ചിത്ര മേഖലയെ ഇത്രത്തോളം അധപ്പതിച്ച് അതിനെ ഒരു വലിയ സംഭവമാക്കി മാറ്റി. ചില പ്രിവിലേജുകൾ അവർക്കായി കൊടുത്തു. സർക്കാർ ചെയ്ത തെറ്റുകളിലൊന്നതാണ്, ചില പ്രിവിലേജുകൾ അവർക്കായി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ശരിക്കും ഈ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ഒരു ഭയങ്കര സന്തോഷത്തിൽ വന്ന് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഈ സിനിമാ താരങ്ങളോടൊപ്പമൊക്കെ പോയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നാണ്, മലപ്പുറം സ്വദേശിയാണ് ആ ചെയ്തിരിക്കുന്നത്. സിദ്ദിഖ് ഉണ്ടല്ലോ, നടൻ സിദ്ദിഖ്, അദ്ദേഹം ഇപ്പം ആരോപണ വിധേയനായി രാജിവെച്ച നടൻ, അദ്ദേഹത്തിനോടൊപ്പം ഇങ്ങനെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ തോളിലൊന്ന് പിടിച്ചപ്പോൾ ശരീരത്തോട്ടുള്ള കളിയൊന്നും വേണ്ട, അല്ലാതെ മാറി എന്നിട്ട് ഫോട്ടോ എടുക്കുന്നെങ്കിൽ എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ സോഷ്യൽ മീഡിയയിലുള്ള ആ ചെക്കൻ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. കാര്യം അദ്ദേഹം പിന്നെ അതിനുശേഷം ഷെയർ ചെയ്ത നിരവധി പടങ്ങൾ, അതിനകത്ത് യൂസഫലി അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എം.എ. യൂസഫലിയൊക്കെ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ മകന് മുത്തം കൊടുക്കുകയും ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ ആ വീഡിയോയിലൂടെ കാണുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് ഈ സിനിമാ നടന്മാർ അനുഭവിക്കുന്ന പ്രിവിലേജ്. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇവരെയൊക്കെ വളർത്തിയതാരാ, ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നതാരാ? അതൊക്കെ നമ്മളൊക്കെ തന്നെയാണ് ഇവരെ വളർത്തിക്കൊണ്ടുവന്നത്. ഇവർക്ക് കഷ്ടമല്ലേ, സിനിമയല്ലേ, ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന് കരുതി നമ്മൾ പണം കൊടുത്തിട്ട് നമ്മൾ അവരെ സിനിമ കാണുകയാണ്. ആ പണമല്ല അവർക്ക് ലഭിക്കുകയാണ്, അല്ലേ? ഈ രീതിയിലൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് ഇവർക്ക് സംസ്ഥാന സർക്കാർ നമ്മൾ അവാർഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. സർക്കാരുകൾ പുരസ്കാരം കൊടുത്ത് അവരെ വളർത്തേണ്ട ആവശ്യമുണ്ടോ? അവർ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളല്ലേ? ഇങ്ങനൊരു ചോദ്യം ഉയർന്നു വരുമ്പോൾ അതിന് ശരിവെക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. കാര്യം അവർ കാണിച്ചു കൂട്ടിയ സ്വന്തം സഹപ്രവർത്തകരെ തന്നെ ഈ ഫീൽഡിൽ നിന്ന് തന്നെ ചവിട്ടി മെതിച്ച് ഇല്ലായ്മ ചെയ്യുകയാണ്. ഈ AMMA എന്ന് പറയുന്ന സംഘടനയിൽ അംഗത്വം എടുക്കുന്നതിന് തനിക്കൊപ്പം കഴിയണമെന്ന് പറഞ്ഞ നടൻ ഉള്ള ഒരു സംഘടനയാണ് ഇത്, അല്ലെങ്കിൽ ഒരു മേഖലയാണ് ചലച്ചിത്ര മേഖല, അല്ലേ? തൻ്റെ ചിത്രത്തിൽ അഭിനയിക്കണമെങ്കിൽ താനുമായി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം, ഇപ്പോൾ ഏറ്റവും വിലയില്ലാതെ പോയ വാക്കുകളിലൊന്നാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ അർത്ഥങ്ങൾക്ക് മാറ്റമുണ്ടാകും, അർത്ഥം വലുതാകുകയും ചെറുതാകുകയും ചെയ്യും. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന വാക്കിന് മലയാള സിനിമാ രംഗം നൽകിയ ഒരു പുതിയ നിർവചനമാണ് ഈ പെണ്ണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. അത്ര അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളവർ മാത്രമേ മലയാള സിനിമയിൽ താരങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റൂ, സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അർത്ഥം മാറിപ്പോയ വാക്കുകളിലൊന്നാണ്. അപ്പോൾ അങ്ങനെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അല്ലെങ്കിൽ സഹപ്രവർത്തകയെ പോലെ സ്നേഹിതയെ പോലെ കാണേണ്ട യുവതികളോട്, സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സ്ത്രീകളോട് മോശമായി അപമര്യാദയായി പെരുമാറുകയും അവരെ സ്വന്തം ഇഷ്ടത്തിന് ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുകയും കടന്നു പിടിക്കുകയും ചെയ്യുന്ന ഇത്തരം ഒരു മേഖലയിലുള്ള താരങ്ങൾക്ക് ഈ പറയുന്ന പോലെ പുരസ്കാരവും കൂടി നൽകി സർക്കാർ അവരെ അനുമോദിക്കണോ എന്നുള്ള കാര്യം വീണ്ടും ചർച്ചയാവട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്.